ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ CBZ എക്സ്ട്രീമാണ് വണ്ടി. നമുക്ക് ജനറൽ സർവീസായിട്ട് വന്നതാണ്. ജനറൽ സർവീസ്, അതേപോലെ തന്നെ വണ്ടി മോർണിംഗിൽ മിക്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, അതേപോലെ റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ്, ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണം അവർക്ക്. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിരുന്നു. ഓയിൽ ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല. ഓയിൽ കളറും കാര്യമായിട്ട് മാറിയിട്ടില്ല. നമുക്ക് ഓൾറെഡി നമ്മുടെ ഇവിടുന്ന് ഷോപ്പിൻ്റെ ലൊക്കേഷൻ മാറുന്ന കാരണം മൊത്തത്തിൽ നമുക്ക് സിസ്റ്റം കാര്യങ്ങളൊന്നും വർക്കിംഗ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് നമുക്ക് സിസ്റ്റം വെച്ചിട്ട് നോക്കാനായിട്ട് മാറില്ല. അപ്പോൾ വണ്ടി ഏകദേശം ഒരു 3000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കളർ നോക്കി ഓയിൽ മാറ്റാൻ നിൽക്കരുത്. കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓയിൽ മാറേണ്ടത്. 3000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് മാറ്റിക്കളയാം. അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ രാവിലത്തെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, വണ്ടി കുറച്ച് ഓടി കഴിയുമ്പോൾ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റും പറയുന്നുണ്ട്. നമ്മൾ ഓടിച്ച് നോക്കിയപ്പോൾ സ്റ്റാർട്ടിങ്ങിന് വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല, ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടായിരുന്നു. പക്ഷേ ഈ വണ്ടി ആക്സിലേറ്റർ കുറയ്ക്കുമ്പോൾ ഓഫ് ആവുന്നൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അത് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കംപ്ലയിൻ്റാണ്. പ്രത്യക്ഷത്തിൽ നമുക്കതൊരു കാര്യമായിട്ടുള്ളൊരു മേജർ കംപ്ലയിൻ്റായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കാർബറേറ്ററിൻ്റെ ഭാഗം അഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാനത് പറയാൻ കാരണം, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ E20 എന്ന് പറയുന്ന പെട്രോളാണ്. അതായത് 800 മില്ലി പെട്രോളും 200 മില്ലി എത്തനോളും മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് നമുക്കിപ്പോൾ പമ്പുകളിൽ നിന്ന് കിട്ടുക. അതാണ് നമ്മുടെ വണ്ടിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എത്തനോളിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അത് ഈ അലുമിനിയമായിട്ട് കോണ്ടാക്റ്റിലേക്ക് വരുമ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് വരും. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ദ്രവിക്കുന്ന പോലത്തെ പ്രോബ്ലംസ് വരും, ജെറ്റുകൾ ബ്ലോക്ക് വരും. അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് ഈ ഓഫായി പോകുന്ന കംപ്ലയിൻ്റൊക്കെ. അതിന് ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബറേറ്റർ ഓവർഫ്ലോൻ്റെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. നിലവിൽ നമ്മുടെ വണ്ടിക്ക് ആ ഒരു കംപ്ലയിൻ്റ് ഇല്ല. വരാനുള്ള സാധ്യത 90% ഇപ്പോൾ ഉള്ള എല്ലാ വണ്ടികൾക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മേജറായിട്ടുള്ളൊരു കംപ്ലയിൻ്റ് അല്ലാത്തത് കൊണ്ട് കാർബറേറ്ററിൻ്റെ ഭാഗം തൊടാതിരിക്കണം നല്ലത്. കാരണം ഒരു പക്ഷേ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നിലവിൽ പെട്രോൾ ലീക്കേജ് ഇല്ല, എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷേ കാർബറേറ്റർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് വണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഒട്ടുമിക്ക വണ്ടികളുടെയും കാർബറേറ്ററിൻ്റെ അവസ്ഥ. പിന്നെ ഈ മോഡൽ എക്സ്ട്രീം എന്ന് പറയുമ്പോൾ എക്സ്ട്രീം സ്പോർട്സ് മോഡലാണ്. അതിൻ്റെ കാർബറേറ്ററും ഒരു സ്ഥലത്തും സ്റ്റോക്കിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയും വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മിസ്സിങ്ങിൻ്റെയും ആ ഒരു റണ്ണിങ്ങിൽ ഓഫായപ്പോഴുള്ള കംപ്ലയിൻറ്റും നമ്മൾ തൽക്കാലം അറിഞ്ഞുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്ത് വിടാമെന്നുള്ളതാണ്. വേറെ പ്രത്യേകിച്ച് അതൊന്നും ചെയ്യാൻ നിൽക്കണ്ട. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ അയച്ച് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ കമ്പനി ലൈനറാണ് നമുക്ക് യൂസ് ചെയ്താണ്. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ വീൽ റബ്ബറൊക്കെ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്ക് ടയറും വീൽ ബെയറിങ്ങിൻ്റെ കണ്ടീഷനൊക്കെ നോക്കിയായിരുന്നു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറൊക്കെ പുതിയ ടയർ അടക്കണം കേട്ടോ. ചെയിൻ ചെറിയ ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിടാം. അതേപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ ഒന്ന് എയർ അടിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട്, നമുക്കിത് ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്. ഞാനതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. വോൾട്ട് നമ്മൾ നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കണം. 13.20 അതാണ് അതിൻ്റെ വോൾട്ട് കാണിക്കുന്നത്. ലോഡ് കൊടുക്കുമ്പോൾ ഏകദേശം 9 വോൾട്ടിലേക്കൊക്കെ വരുന്നുണ്ട്, 9.1. അപ്പോൾ വോൾട്ട് വേരിയേഷൻ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല. നിലവിൽ വണ്ടി ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. 8.5 വോൾട്ടിൽ താഴേക്ക് പോകുമ്പോഴാണ് ബാറ്ററി കംപ്ലയിൻസ്, സെൽഫിൻ്റെ പ്രശ്നമൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തെന്നുള്ളൂ. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ടൊന്ന് പറയണം. ഏകദേശം എത്ര കിലോമീറ്റർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി കളയണം ബെറ്റർ. ഏറ്റവും നല്ലത് നമ്മൾ നോക്കുന്നത് ഏകദേശം ഒരു 25 കിലോമീറ്ററൊക്കെ ആവറേജ്, ഒരു 25-30 ഇടയിലൊക്കെ ഓട്ടം ഉണ്ടെങ്കിൽ എഞ്ചിൻ ഓയിലും മാറ്റി കളയാം. നമ്മളത് ആ ഒരു ഇത് നോക്കണ്ട കേട്ടോ. മാറ്റി കളയാണ് ഏറ്റവും ബെറ്റർ. സ്പാർക്ക് പ്ലഗൊക്കെ ആയാലും ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിലത്തെ ആയാലും വീൽ ബെയറിങ്ങിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഫ്രണ്ട് ബ്രേക്ക് പാഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ പാഡ് സെറ്റൊന്നും കുഴപ്പമൊന്നുമില്ല. ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ടയറായാലും നല്ല ടയറാണ് നടക്കുന്നത് കേട്ടോ. പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ആക്ഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കോൺസെപ്റ്റ് ഭാഗമായാലും അടിയോ കാര്യങ്ങളൊന്നുമില്ല. ബാക്ക് ഷോക്കായാലും ഗ്യാസ് ടൈപ്പ് ഷോക്കാണ്, അതും വർക്കിങ്ങൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഒരു സർവീസ് സംബന്ധമായിട്ടുള്ള ഒരു ഡീറ്റെയിലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഞാനതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് കൊണ്ട് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. കാർബറേറ്ററിൻ്റെ കേസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇപ്പോഴത്തെ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് വണ്ടികൾക്ക് വരുന്ന കംപ്ലയിൻസുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ കാർബറേറ്റർ തൽക്കാലം കയറി അഴിക്കേണ്ട. തക്കതായ ഒരു കാരണമില്ല, അതേകൊണ്ട് കാർബറേറ്റർ അഴിക്കാൻ നിൽക്കരുത് ഇനി അങ്ങോട്ടേക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബറേറ്റർ എപ്പോൾ വേണമെങ്കിലും ഓവർഫ്ലോൻ്റെ പ്രശ്നം കാണിക്കാം. ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിലവിൽ വണ്ടികളെല്ലാം തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. കണ്ടുകഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടോളൂ.